അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. റബ്ബിശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ആമീൻ റബ്ബൽ ആലമീൻ. നമ്മൾ സൂറത്തുൽ ഹജ്ജാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സൂറത്തുൽ ഹജ്ജിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ് വരെ 5 ആയത്തുകളാണ് പഠിച്ചത്. ഇനി നമുക്ക് 6-ാമത്തെ ആയത്താണ് പഠിക്കാനുള്ളത്. അപ്പോൾ കഴിഞ്ഞ ആയത്തിൽ 5-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തെഴുന്നേൽപ്പിൽ സംശയമുണ്ട് എങ്കിൽ അതിനെ സംശയിക്കാൻ ഇടയൊന്നുമില്ല, എന്നാൽ അതിൻ്റെ തെളിവുകൾ ഉയർത്തെഴുന്നേൽപ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്തുക തന്നെ ചെയ്യും. അതിൻ്റെ തെളിവുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട ചരിത്രം പറഞ്ഞു. അതേപോലെ ഭൂമി നിർജീവാവസ്ഥയിൽ നിന്ന് അതിനെ ജീവനുള്ള അവസ്ഥയിലേക്കാക്കിയ ചരിത്രം പറഞ്ഞു അള്ളാഹു നമുക്ക് ബോധ്യപ്പെടുത്തി തന്നു. ഇനി അള്ളാഹു 6-ാമത്തെ ആയത്തിൽ അതിനെ തുടർന്ന് തന്നെ ഒരു കാര്യമാണ് പറയുന്നത്. നമുക്ക് ആദ്യം ഒന്ന് പാരായണം ചെയ്യാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ذلك بأن الله هو الحق وأنه يحيي الموتى وأنه على كل شيء قدير. ذلك بأن الله هو الحق وأنه يحيي الموتى وأنه على كل شيء قدير. ശരി. ദാലിക പറഞ്ഞാൽ അത്, അത്. ബി അന്നല്ലാഹ അല്ലാഹു, തീർച്ചയായും അല്ലാഹു ആണ് എന്നതുകൊണ്ടാണ്. ദാലിക ബി അന്നല്ലാഹ് എന്ന് പറഞ്ഞാൽ തീർച്ചയായും അല്ലാഹു ആണ് എന്നതുകൊണ്ടാണ്. എന്ത് നേരത്തെ പറഞ്ഞില്ലേ, മുകളിൽ പറഞ്ഞ കാര്യമല്ലേ, മനുഷ്യൻ്റെ സൃഷ്ടിപ്പ്, അത് അതിൻ്റെ രൂപങ്ങളെല്ലാം പറഞ്ഞില്ലേ. ആദ്യം തുറാബിൽ നിന്ന്, മണ്ണിൽ നിന്ന്, പിന്നെ നുത്തുഫ ബീജത്തിൽ നിന്ന്, പിന്നെ അലക്ക രക്തപിണ്ഡത്തിൽ നിന്ന്, പിന്നെ മുളക മാംസപിണ്ഡത്തിൽ നിന്ന്, മുളകയിൽ തന്നെ മുഖല്ലക്ക, ചിലത് രൂപമുള്ളതാണ്, ചിലത് ഗൈറു മുഖല്ലക്ക രൂപമില്ലാത്തതാണ്. പിന്നീട് അതിന് അള്ളാഹു അർഹാമിൽ ഗർഭാശയത്തിൽ അള്ളാഹു ഉദ്ദേശിക്കുന്ന ഒരു അവധി വരെ അവിടെ പിടിച്ചു വെക്കുന്നു. സുമ്മ നുഖ്രിജുക്കും തുഫ്ല, പിന്നെ ഒരു കുട്ടിയായിട്ട് പുറത്തേക്ക് കൊണ്ടുവരുന്നു. പിന്നെ പിന്നെ യുവത്വത്തിലേക്ക് എത്തുന്നു. പിന്നെ ചില ആൾക്കാർ വാർദ്ധക്യത്തിലേക്ക് എത്തുന്നു, ചില ആൾക്കാർ അതിൻ്റെ ഒപ്പം മരണപ്പെട്ടു പോകുന്നു. ഇതൊക്കെ സംഭവിക്കുന്നത് അതാണ്. അള്ളാഹു എന്താണ്? ഹുവൽ ഹഖ്, അവൻ ഹക്കായിട്ടുള്ളവനാണ്. അതുകൊണ്ടാണ് ഇത് എന്നർത്ഥം, അതുകൊണ്ടാണ് ഇത്. അപ്പം അള്ളാഹു ഹക്കായിട്ടുള്ളവൻ, ഹക്ക് പറഞ്ഞാൽ സത്യം എന്നാണ്, യാഥാർത്ഥ്യം അല്ലെ. അപ്പം യാഥാർത്ഥ്യമായിട്ടുള്ളവൻ ആരാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല. അഥവാ സ്ഥിരമായുള്ളവൻ അള്ളാഹു ആണ് എന്നതുകൊണ്ടാണത്. വ അന്നഹു, തീർച്ചയായും അവൻ അള്ളാഹു, യുഹ്യിൽ മൗത്ത മരിച്ചുപോയ ആൾക്കാർ, യുഹ്യി എന്ന ജീവിപ്പിക്കുന്നു. അപ്പോൾ അള്ളാഹു മരണപ്പെട്ടവരെ ജീവിപ്പിക്കുന്നു എന്നതുകൊണ്ടുമാണത്. വ അന്നഹു, അവൻ അള്ളാഹു, അലാ കുല്ലി ഷൈഇൻ, എല്ലാ കാര്യത്തിൻ്റെ മേൽ ഖദീർ, കഴിവുള്ളവനാണ്. അപ്പോൾ അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ് എന്നതുകൊണ്ടുമാണ് അത്. അപ്പോൾ ദാലിക ബി അന്നല്ലാഹ ഹുവൽ ഹഖ്, അള്ളാഹു തന്നെയാണ് സ്ഥിര യാഥാർത്ഥ്യമുള്ളവനെന്നും, വ അന്നഹു യുഹ്യിൽ മൗത, അവൻ മരിച്ചവരെ ജീവിപ്പിക്കുന്നു എന്നും,
വ അന്നഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ് എന്നുമുള്ള കാരണം കൊണ്ടാണ് അത് സംഭവിക്കുന്നത് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പോൾ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെക്കുറിച്ച് 3 കാര്യങ്ങളാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ പറയുന്നത്. ഒന്നാമത്തെ എന്താ? ഹുവൽ ഹഖ്, അള്ളാഹുവാണ് ഹക്കായിട്ടുള്ളവൻ. രണ്ടാമത്തത് യുഹ്യിൽ മൗത, മരിച്ചവരെ ജീവിപ്പിക്കുന്നവനാകുന്നു അള്ളാഹു. 3 അലാ കുല്ലി ഷൈഇൻ ഖദീർ, എല്ലാറ്റിനും കഴിവുള്ളവനാകുന്നു അള്ളാഹു സുബ്ഹാനഹു വ തആല. ഈ 3ൻ്റെ പ്രത്യേകത ഇത് അള്ളാഹ്ക്ക് മാത്രമുള്ളൂ. ഇത് അള്ളാഹു അല്ലാത്ത ഒരാൾക്കും ഇല്ല. ഇത് അള്ളാഹു അല്ലാത്ത ഒരാൾക്ക് വെച്ചു കൊടുത്താൽ അത് ഒരുപക്ഷെ കുഫറോ ഷിർക്കോ തന്നെ ആയിത്തീരുന്നതാണ്. മഹാനായ സഅദി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിന് വിശദീകരണം നമുക്കൊന്ന് വായിക്കാം. അദ്ദേഹം പറയുന്നത് അലിക്ക, അത് എന്ന് പറഞ്ഞല്ലോ ആദ്യം. എന്താണ് അത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അല്ലദീ അൻഷ അൽ ആദമി മിൻമാ വസഫ, അള്ളാഹു മിമ്മാ വസഫ ലക്കും, അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ആദമിൻ്റെ, മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് പറഞ്ഞു തന്നു. ഞാൻ നേരത്തെ പറഞ്ഞ ആ രൂപത്തിൽ അള്ളാഹു നമുക്ക് അതേ മുകളിൽ പറഞ്ഞു തന്നു. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്തു എന്നത്. വ അഹ്യൽ അർള ബഅദ മൗതിഹ, മരിച്ചതിന് ശേഷം ഭൂമിയെ ജീവിപ്പിച്ചു എന്നുള്ളതും ബി അന്നല്ലാഹ ഹുവൽ ഹഖ്, അള്ളാഹു ഹക്കായിട്ടുള്ളവനാണ്. എന്തുകൊണ്ടാണ്? എന്താണ് ഹക്ക്? അപ്പോൾ അദ്ദേഹം പറയാണ് അർ-റബ്ബുൽ മഅബൂദ്, അവനാണ് റബ്ബ്, അവനാണ് മഅബൂദ്. മഅബൂദ് പറഞ്ഞാൽ ആരാധിക്കുവാൻ അർഹനായിട്ടുള്ളവൻ. ഇപ്പോൾ ഇവിടെ ആരാധ്യ വസ്തുക്കൾ കുറേ ആൾക്കാരില്ലേ? ആൾക്കാർ ശ്രീകൃഷ്ണനെ ആരാധിക്കുന്നുണ്ട്, ഈസാ നബിനെ ആരാധിക്കുന്നുണ്ട്, മൊഹീദ്ദീൻ ഷെയ്ഖിനെ ആരാധിക്കുന്നുണ്ട്, ഒക്കെ ഉണ്ട്. ഓലൊക്കെ ആരാധ്യ വസ്തുക്കളാണ്. പക്ഷെ ഓലൊക്കെ യഥാർത്ഥത്തിൽ ആരാധ്യന്മാരാണോ? അല്ല. അതാണ് അൽ മഅബൂദ്. യഥാർത്ഥ ആരാധ്യൻ അള്ളാഹു ആണ്. അല്ലദീ, അവൻ എങ്ങനെയുള്ളവനാണ്? ലാ തംബഗിൽ ഇബാദ ഇല്ലാ ലഹു, അവനല്ലാതെ വേറെ ആർക്കും ഇബാദത്ത് ചെയ്യാൻ പാടില്ല. വ ഇബാദത്തുഹു ഹിയൽ ഹഖ്, അവന് ചെയ്യുന്ന ആരാധനകളാണ് ഹക്കായിട്ടുള്ളത്. അതാണ് യഥാർത്ഥത്തിലുള്ള ആരാധനകൾ. അപ്പോൾ അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി ഇവിടെ ആൾക്കാർ ആരാധന ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മളിവിടെ വെളിയങ്കോട് ഉമർക്കാലിൻ്റെ അവിടെ പോയിട്ട് ആൾക്കാർ സുജൂദ് ചെയ്യണു, മുനമ്പത്ത് പോയിട്ട് ആൾക്കാർ ദുആ ചെയ്യണു, പുത്തമ്പള്ളിയിൽ പോയിട്ട് ആൾക്കാർ നേർച്ച നേരിടണു. ഇതൊക്കെ ഇബാദത്താണ്, ഓരോ ആരാധനയാണ്. പക്ഷേ ഇതൊക്കെ യഥാർത്ഥത്തിലുള്ള ആരാധനയാണോ? അല്ല. യഥാർത്ഥത്തിലുള്ള ആരാധന ആർക്കുള്ളതാണ്? അള്ളാഹ്ക്കുള്ളതാണ്. വ ഇബാദത്ത് ഗൈരിഹി ബാത്തില, വലൈക്കും അസ്സലാം വറഹ്മ, അള്ളാഹു അല്ലാത്തവർക്കുള്ള ഇബാദത്ത് ബാത്തിലത്ത്, അത് നിരർത്ഥകമായതാണ്. അതാണ് ബി അന്നല്ലാഹു ഹുവൽ ഹഖ് പറഞ്ഞാൽ. പിന്നെ സഅദി റഹ്മത്തുള്ളാഹി അലൈഹി പറയാ അന്നഹു യുഹ്യിൽ മൗത, മരിച്ചവരെ അള്ളാഹു ജീവിപ്പിക്കുന്നു എന്ന് പറഞ്ഞില്ലേ? അതിനെ വിശദീകരിച്ച് പറയാണ് കമാ ഇബ്തദ അൽ ഖൽഖ്, സൃഷ്ടിപ്പ് അള്ളാഹു ആരംഭിച്ചതുപോലെ, വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി, സൃഷ്ടിപ്പ് അള്ളാഹു ആരംഭിച്ചതുപോലെ മരിച്ചവരെ അള്ളാഹു പിന്നെയും ജീവിപ്പിക്കും. വ കമാ അഹ്യൽ അർള ബഅദ മൗതിഹ, മരണത്തിന് ശേഷം ഭൂമിയെ അള്ളാഹു ജീവിപ്പിച്ചതുപോലെ മനുഷ്യരെയും അള്ളാഹു ജീവിപ്പിക്കും. വ അന്നഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ്. അതിനെ വിശദീകരിച്ച് പറയാണ് കമാ അഷ്ഹദക്കും മിൻ ബദീഇ ഖുദ്റതിഹി വ അളീമി സുൻഅതിഹി മാ അഷ്ഹദക്കും, അള്ളാഹുവിൻ്റെ പിന്നെ ആ ഒരു സൃഷ്ടിപ്പിൻ്റെ മാഹാത്മ്യം, അതുപോലെ തന്നെ അവൻ്റെ വമ്പിച്ച കഴിവ്, ഇതിന് വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി, ഇതിന് നിങ്ങൾ സാക്ഷികളായി എന്നതുപോലെ, അതിന് അള്ളാഹു നമ്മളെ സാക്ഷികളാക്കിയതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ആ കഴിവ് അള്ളാഹ്ക്ക് എല്ലാത്തിനും കഴിവുള്ളവനാണ്. ഇതാണ് സഅദി റഹ്മത്തുള്ളാഹി അലൈഹി ഇതിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നത്. ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ് അള്ളാഹുവാണ് ഹക്ക്, ബി അന്നല്ലാഹ ഹുവൽ ഹക്ക്, അള്ളാഹുവാണ് ഹക്ക് എന്ന് പറഞ്ഞല്ലോ. അദ്ദേഹം പറയാണ് വൽ ഹഖു അൽ മൗജൂദു അസ്സാബിത്തു, എന്നെന്നും നിലനിൽക്കുന്ന സ്ഥിരമായിട്ടുള്ളവനാരാണ്? അള്ളാഹുവാണ്. അല്ലദീ ലാ യതഗയ്യറു, ഒരു മാറ്റം വരാത്തവൻ, വലാ യസൂലു, നീങ്ങിപ്പോകാത്തവൻ അഥവാ നശിച്ചു പോകാത്തവൻ. ആര് മാത്രമുള്ളൂ? അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമുള്ളൂ. ബാക്കിയെല്ലാം നശിക്കും അല്ലേ? അള്ളാഹ് എന്താ പറഞ്ഞ്? കുല്ലു മൻ അലൈഹ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദിൽ ജലാലി വൽ ഇക്റാം. കുല്ലു മൻ അലൈഹ ഫാൻ, എല്ലാവരും നശിക്കും. അതിന് മനുഷ്യനും പെട്ടു, ജിന്നും പെട്ടു, മലക്കും പെട്ടു, എന്തൊക്കെ ഇവിടെ ഉണ്ടോ എല്ലാവരും മരിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ് വനുഫിഖ ഫിസ്സൂർ, സൂർ എന്ന കാലത്തിലൂടെ ഊതപ്പെടും. അപ്പം എന്താണ്ടാവുക? ഫസ്വഇഖ മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർളി, ആകാശങ്ങളിലും ഭൂമികളിലുമുള്ള എല്ലാം
മരിച്ചു വീഴും. ഇല്ലാ മൻഷാ അല്ലാ, അള്ളാഹ് ഉദ്ദേശിച്ചതൊഴികെ ബാക്കി എല്ലാം മരിക്കും. അപ്പം അള്ളാഹു അല്ലാത്തതെല്ലാം എന്ത് ചെയ്യും? നശിച്ചു പോകും. അള്ളാഹു മാത്രമേ ബാക്കിയാകുള്ളൂ. അതാണ് അള്ളാഹുവാണ് ഹക്ക് എന്ന് പറഞ്ഞത്. സൂറത്തു ലുഖ്മാനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, അതിൻ്റെ 29-30 ആയത്തുകളിൽ, അലം തറ അന്നല്ലാഹ യൂലിജുൽ ലൈല ഫിന്നഹാരി വയൂലിജുൻ നഹാറ ഫിൽ ലൈൽ. നീ കണ്ടില്ലേ, രാത്രിയെ പകലിൽ പ്രവേശിപ്പിക്കുന്നതും പകലിനെ രാത്രിയിൽ പ്രവേശിപ്പിക്കുന്നതും അള്ളാഹുവാണ്. രാത്രി ഇങ്ങനെ വരും, പിന്നെ അതിൽ പകലിനെ കൊണ്ടുവരും. പകലിങ്ങനെ വരും, പിന്നെ അതിൽ രാത്രിനെ കൊണ്ടുവരും. ഇത് രണ്ടും ചെയ്യണ ആരാ? അള്ളാഹുവാണ്. വസഖറ ശംസ വൽ ഖമറ, സൂര്യനെയും ചന്ദ്രനെയും കീഴ്പ്പെടുത്തിയത് അള്ളാഹുവാണ്. കുല്ലു യജ്രി ഇലാ അജലിൻ മുസമ്മ, എല്ലാം ഒരു നിശ്ചിത അവധി വരെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. കാലാകാലാണോ? ഇല്ല, യൗമുൽ ഖിയാമ വരെയാണ് അതിൻ്റെ സഞ്ചാരമുള്ളത്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അടുത്ത ആയത്തിൽ പറയുന്നത് ദാലിക, അത് ഇപ്പോൾ ഈ പറഞ്ഞ കാര്യം എന്തുകൊണ്ടാണ്? ബി അന്നല്ലാഹ ഹുവൽ ഹഖ്, അള്ളാഹുവാണ് ഹക്ക് എന്നതുകൊണ്ടാണ്. അള്ളാഹുവാണ് യഥാർത്ഥത്തിൽ ഉള്ളത്. വ അന്നമാ യദ്ഊന മിൻ ദൂനിഹി അൽ ബാത്തിൽ, അള്ളാഹുവിന് പുറമെ വിളിച്ച് പ്രാർത്ഥിക്കപ്പെടുന്ന എന്തെല്ലാം ഉണ്ടോ അതെല്ലാം അൽ ബാത്തിൽ, അതൊക്കെ എന്താണ്? നിരർത്ഥകമാണ്. ബാത്തിൽ പറഞ്ഞാൽ നിരർത്ഥകമാണ്. അപ്പം ഇവിടെ അള്ളാഹു അല്ലാതെ ധാരാളം ആരാധ്യ വസ്തുക്കളെ, കല്ലും മുള്ളും മൂർക്കം പാമ്പും മുരടും ആൾ ദൈവങ്ങളും പുണ്യപുഷ്പങ്ങളും മരങ്ങളും ഒക്കെ എന്തുണ്ട്? അവിടെ ആൾക്കാർ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ അതൊക്കെ ഹക്കാണോ? ഇല്ല, അതൊക്കെ ബാത്തിൽ, ഇതൊക്കെ നിരർത്ഥകമാണ്. അള്ളാഹ് മാത്രം എന്തുള്ളു? ഹക്ക് എന്നത്. ശരി. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല മുകളിൽ വിവരിച്ച, നമുക്കാദ്യം മനുഷ്യൻ്റെ ഉത്ഭവത്തെ കുറിച്ചിട്ട്, മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു നമുക്ക് ആദ്യം 5-ാമത്തെ ആയത്തിൽ, കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞു തന്നു. എന്നിട്ടാണ് അള്ളാഹു ഈ ആയത്തിൽ 3 കാര്യങ്ങൾ പറഞ്ഞ്. ഒന്ന്, അള്ളാഹു ആണ് ഹക്ക്. 2, അള്ളാഹു മരിച്ചവരെ ജീവിപ്പിക്കും. 3, അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് എല്ലാറ്റിനും കഴിവുള്ളവനാണ്. ഇതിനെ വിശദീകരിച്ച് അമാനി മൗലവി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, മനുഷ്യൻ്റെ ഉത്ഭവം മുതൽ മരണം വരെ സ്ഥിതിയും സസ്യലതാദികളുടെ ഉൽപ്പാദനവും ആലോചിച്ച് നോക്കിയാൽ 3 കാര്യങ്ങൾ നമുക്ക് ബോധ്യപ്പെടും. മനുഷ്യൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഈ ആയത്തിൽ പറഞ്ഞ 3 കാര്യങ്ങൾ നമുക്കതിൽ ബോധ്യപ്പെടുന്നത്, ഒന്ന്, മനുഷ്യൻ്റെ ഈ രൂപത്തിലുള്ള സൃഷ്ടിപ്പ്, ഏതാദ്യം മണ്ണ് പിന്നെ ബീജം പറഞ്ഞ പോലെ ആ രൂപത്തിലുള്ള സൃഷ്ടിപ്പ്, ഇങ്ങനെയെല്ലാം പ്രവർത്തിച്ച് നിയന്ത്രിച്ചു വരുന്ന മഹാശക്തി അള്ളാഹു അല്ലാതെ മറ്റാരുമല്ല. അതിനൊക്കെ ആർക്ക് കഴിയുള്ളൂ? അള്ളാഹ്ക്ക് കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ യഥാർത്ഥ ആരാധ്യൻ, സ്ഥിരമായി നിലകൊള്ളുവൻ അള്ളാഹുവാണ്. അതാണ് ഇന്നല്ലാഹ ഹുവൽ ഹഖ്, അവനല്ലാത്തതെല്ലാം നശിച്ചു പോകുന്നതാണ്. രണ്ടാമത്തെ ഒന്ന്, മാതൃകയില്ലാത്ത ഈ മഹൽ കൃത്യങ്ങളെല്ലാം നടത്തിപ്പോരുന്ന അവൻ ഒരു വസ്തുവിനെ മറ്റൊന്നായി മാറ്റുവാനും ഉള്ളതിനെ ഇല്ലാതാക്കുവാനും ഇല്ലാത്തതിനെ നിർമ്മിക്കുവാനും കഴിയുന്നത് പോലെ മരണപ്പെട്ടവരെ ജീവിക്കുവാനും കഴിയും. അള്ളാഹു മനുഷ്യൻ്റെ സൃഷ്ടിപ്പിൽ എങ്ങനെ ഒരു ഘട്ടത്തിൽ നിന്നൊരു ഘട്ടം, ആദ്യം നുത്ഫ ബീജം, പിന്നെ അലക്ക രക്തകട്ട, പിന്നെ മുളക മാംസക്കട്ട, ഇങ്ങനെ ഒന്നൊന്നിനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇല്ലാത്തതിൽ നിന്നുള്ളത് ഉണ്ടാക്കുന്നു, ഉള്ളതിൽ നിന്ന് ഇല്ലാത്തത് ഉണ്ടാക്കുന്നു. ഇതായിരിക്കും കഴിയുള്ളൂ. ഒന്നുമില്ലായ്മ പ്രപഞ്ചം മുഴുവൻ ഉണ്ടാക്കിയില്ലേ? ഇനി ഉള്ളതിൽ നിന്ന് ഇതൊക്കെ നശിപ്പിച്ച് കളയാൻ ആർക്കേ കഴിയുള്ളൂ? അള്ളാഹ്ക്കേ കഴിയുള്ളൂ. അതുമാത്രമല്ല, ജീവനുള്ള വസ്തുവിൽ നിന്ന് ജീവനില്ലാത്തതിനെ ആരാ ഉണ്ടാക്കുക? അള്ളാഹു. ജീവനില്ലാത്ത വസ്തുവിൽ നിന്ന് ജീവനുള്ളതിനെ ആരാ ഉണ്ടാക്കുക? ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ ശരീരം, ഇത് ജീവല്ല ശരീരം, ഇത് ജീവല്ലതാണ് ശരീരം. ഇതിൽ വളരുന്ന താടിക്ക് ജീവനുണ്ടോ? താടിന് നുള്ളിയാൽ വേദന ഉണ്ടോ? ഇല്ല. അപ്പോൾ ജീവനുള്ളതിൽ നിന്ന് ജീവനില്ലാത്തതിനെ കൊണ്ടുവരും. ഈ ജീവനില്ലാത്തതിൽ നിന്ന് ജീവനുള്ളതിനെ കൊണ്ടുവരും. ഇപ്പോൾ ബീജം നുത്ഫ, അതിന് ജീവനുണ്ടോ? ഇല്ല. അതിനാണ് ജീവനുള്ള മനുഷ്യനെ കൊടുക്കുന്നത്. ഇതായിരിക്കേ കഴിയുള്ളൂ? അള്ളാഹ്ക്കേ കഴിയുള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെ കഴിയുന്ന അള്ളാഹു യുഹീൽ മൗത്ത, മരിച്ചവരെ ജീവിപ്പിക്കുന്നതാണ്. മൂന്നാമത്തത്, അള്ളാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, എല്ലാത്തിനും അള്ളാഹു സുബ്ഹാനഹു വ തആല കഴിയുമെന്നാണ്. അപ്പോൾ ഈ മനുഷ്യനെ പോലെ തന്നെ സസ്യവർഗ്ഗങ്ങളെ പോലെ തന്നെ ഈ ഭൂമിയിലുള്ളതെല്ലാം ഒക്കെ എന്തു ചെയ്യും? ഒക്കെ നശിച്ചു പോകും. പിന്നീട് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനൊക്കെ എന്തു ചെയ്യും? രണ്ടാമത് ഉയർത്തെഴുന്നേൽപ്പിക്കുകയും ചെയ്യും. അള്ളാഹ്ക്ക് അതെല്ലാം കഴിയും എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അൽ ഹഖ് എന്ന് പറഞ്ഞാൽ അള്ളാഹിൻ്റെ ഒരു പേരാ, അസ്മാഉൽ ഹുസ്ന അല്ലേ? അള്ളാഹിൻ്റെ നാമങ്ങൾ, അതിലൊരു നാമമാണ്
അൽ ഹക്ക് എന്നുള്ള നാമം. നമ്മൾ ദുആഉൽ ഇസ്തിഫ്താഹില്ലേ, പ്രാരംഭ പ്രാർത്ഥന, നിസ്കാരത്തിലെ പ്രാർത്ഥന, അതിൽ ഉള്ളൊരു നമ്മൾ സാധാരണ വജ്ജത്ത് വജിഹിയാണ് ആൾക്കാർ ചെല്ലുക, അല്ലെങ്കിൽ അല്ലാഹു ബായിദ് ബൈനി ചെല്ലും. 8ഓളം ദുആഉൽ ഇസ്തിഫ്താഹുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, സ്ഥിരപ്പെട്ടുകൊണ്ടാണ്. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയിൽ ചെല്ലിയിരുന്ന ഒരു ദീർഘമായ ദുആഉൽ ഇസ്തിഫ്താഹ് ഉണ്ട്. അല്ലാഹുമ്മ അൻത ഖയ്യിമുസ് സമാവാത്ത്, അല്ലാഹുമ്മ ലക്കൽ ഹംദ് അൻത, അല്ലാഹുമ്മ ലക്കൽ ഹംദ് അൻത റബ്ബുസ് സമാവാത്തി വൽ അർളി വലക്കൽ ഹംദ് അൻത ഖയ്യിമുസ് സമാവാത്തി വൽ അർളി വലക്കൽ ഹംദ് അൻത നൂറുസ് സമാവാത്തി വൽ അർളി. വലിയൊരു ദുആഉൽ ഇസ്തിഫ്താഹ്. അതിൽ ഉള്ളൊരു ഭാഗമാണ് അൻതൽ ഹഖ്, അല്ലാഹു നീയാകുന്നു ഹക്കായിട്ടുള്ളവൻ. അപ്പോൾ ഹക്ക് എന്നുള്ളത് അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നയിൽ ഒരു നാമമാണ് എന്നർത്ഥം. എന്താണ് അതിൻ്റെ അർത്ഥം? അബ്ദുർ റസാഖ് ഇബ്നു അബ്ദുൽ മുഹ്സിൻ അൽ ബദർ ഹഫിളഹുല്ലാഹ് പറയാണ്, അൽ ഹക്ക് എന്ന് പറഞ്ഞാൽ അല്ലദീ ലാ ശക്ക ഫീഹി വലാ റൈബ, ഒരു സംശയവും ഇല്ല. അള്ളാഹു ഹക്കായിട്ടുള്ളവനാണ്, യഥാർത്ഥത്തിൽ സ്ഥിരമായിട്ടുള്ളവനാണ്, ആ വിഷയത്തിൽ ഒരു സംശയവും ഇല്ലാത്തവനാണ്. ലാ ഫി ദാത്തിഹി വലാ ഫി അസ്മാഇഹി വസിഫാത്തിഹി വലാ ഫി ഉലൂഹിയത്തിഹി, അള്ളാഹുവിൻ്റെ സത്തയിലാകട്ടെ, അള്ളാഹുവിൻ്റെ നാമങ്ങളിലാകട്ടെ, അള്ളാഹിൻ്റെ വിശേഷണങ്ങളിലാകട്ടെ, അള്ളാഹുവിനെയാണ് ആരാധിക്കേണ്ടത് എന്ന വിഷയത്തിലാകട്ടെ, ഒന്നിലും ഒരു സംശയവും ഇല്ല. ഫഹുവൽ മഅബൂദു ബിഹഖിൻ, യഥാർത്ഥത്തിൽ ആരാധിക്കാൻ അർഹനായിട്ടുള്ളവൻ അവനാണ്. വലാ മഅബൂദ ബിഹഖിൻ സിവാഹ്, അല്ലാതെ യഥാർത്ഥത്തിൽ ആരാധിക്കുവാൻ അർഹനായിട്ട് ആരുമില്ല. ഫഹുവ തബാറക വതആല ഹഖ്ഖുൻ, അല്ലാഹു ഹക്കായിട്ടുള്ളവനാണ്. വ അസ്മാഉഹു വ സിഫാത്തുഹു ഹഖ്ഖുൻ, അള്ളാഹിൻ്റെ നാമങ്ങൾ, അള്ളാഹിൻ്റെ വിശേഷണങ്ങൾ ഇത് ഹക്കാണ്. വ അഫ്ആലുഹു വ അഖ്വാലുഹു ഹഖ്ഖുൻ, അള്ളാഹിൻ്റെ പ്രവർത്തനങ്ങൾ, അള്ളാഹിൻ്റെ വാക്കുകൾ ഇത് ഹക്കാണ്. വ ദീനുഹു വ ശർഉഹു ഹഖ്ഖുൻ, അള്ളാഹിൻ്റെ ദീന്, അള്ളാഹ് ഉണ്ടാക്കിയ ശർഅ്, ഈ നിയമങ്ങൾ ഇതെല്ലാം ഹക്കാണ്. വ അഖ്ബാറുഹു കുല്ലുഹാ ഹഖ്, അള്ളാഹു അറിയിച്ചു തന്ന മുഴുവൻ കാര്യങ്ങളും ഹക്കാണ്. വ വഅദുഹു ഹഖ്, അള്ളാഹു അവൻ്റെ വാഗ്ദാനങ്ങൾ മുഴുവൻ ഹക്കാണ്. വ ലിഖാഉഹു ഹഖ്, അള്ളാഹുവിനെ കണ്ടുമുട്ടുമെന്നുള്ളത് ഹക്കാണ്. ഇത്രയും കാര്യങ്ങൾ അള്ളാഹു ഹക്കാണ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അത് ചെറിയൊരു കാര്യമല്ല, അത് മനസ്സിലാക്കാനാണ് ഞാൻ ഇത്രയും വിശദീകരിച്ചത്. അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല അവനാണ് ഹക്കായിട്ടുള്ളവൻ. എന്നിട്ട് പിന്നെ അള്ളാഹു രണ്ടാമത് പറഞ്ഞത് എന്താ? അന്നഹു യുഹ്യിൽ മൗത, അള്ളാഹു മരിച്ചവരെ ജീവിപ്പിക്കും എന്നുള്ളതാണ്. അപ്പം മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകളെയും അള്ളാഹു എന്ത് ചെയ്യും? രണ്ടാമതൊരു ലോകത്തേക്ക് കൊണ്ടുവരും. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ജീവിതമാണോ? അല്ല. പരലോകത്തെത്തി ചില ആളുകൾ പറയുന്നൊരു കാര്യം അള്ളാഹു സൂറത്തു ഗാഫിറിൽ പറയുന്നുണ്ട്. റബ്ബന അമത്തന സ്നതൈൻ വ അഹ്യൈതന സ്നതൈൻ, റബ്ബേ 2 പ്രാവശ്യം നീ ഞങ്ങളെ ജീവിപ്പിച്ചുവല്ലോ, 2 പ്രാവശ്യം നീ ഞങ്ങളെ മരിപ്പിച്ചുവല്ലോ. രണ്ടാമത്തെ ജീവിതം, ഇതിപ്പോൾ ഒന്നാമത്തെ ജീവിതം, ഈ രണ്ടാമത്തെ ജീവിതം നമുക്ക് പറയാം. അപ്പോൾ 2 ജീവിതം, രണ്ടാമത്തെ ഒരു ജീവിതം പരലോകത്തുണ്ട്. അതെന്താണ്? നമുക്ക് ഉറപ്പാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അത് വിശദീകരിച്ച് പറഞ്ഞതാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസുണ്ട്. ആ ഹദീസിൽ പിന്നെ മാ ബൈന നഫ്ഖതൈനി അർബഊൻ, റസൂൽ പറയാണ് 2 ഊത്തുകൾക്കിടയിൽ, 2 ഊത്തുണ്ടാവുമല്ലോ സുറന്ന കാഹളത്തിൽ, അതിനിടയിൽ 40 വ്യത്യാസമുണ്ട്. അപ്പോൾ ചോദിക്കുകയാണ്, അർബഊന യൗമൻ, 40 ദിവസമാണോ? അബൈത്തു, അപ്പോൾ അത് വിസമ്മതിച്ചു. അർബഊന ഷഹ്റൻ, 40 മാസമാണോ? അബൈത്തു, അതും വിസമ്മതിച്ചു. അർബഊന സന, 40 വർഷമാണോ? അബൈത്തു, അതും വിസമ്മതിച്ചു. അപ്പോൾ 40 ദിവസമോ മാസമോ വർഷമോ എന്താണ് നമുക്ക് ക്ലിപ്തപ്പെടുത്തി പറയാൻ കഴിയില്ല. പക്ഷെ 40 വ്യത്യാസം, ഒരു ഊത്തിനും രണ്ടാമത്തെ ഊത്തിൻ്റെ ഇടയിലുള്ള വ്യത്യാസം. എന്നിട്ട് അദ്ദേഹം പറയാണ്, സുമ്മ യുൻസിലുല്ലാഹു മിനസ് സമാഇ മാഅൻ, പിന്നീട് അള്ളാഹു ആകാശത്തു നിന്ന് ഒരു മഴ പെയ്യിപ്പിക്കും. ഇത് 2 ഊത്തിന് ശേഷം അള്ളാഹു ആകാശത്തു നിന്ന് മഴ പെയ്യിപ്പിക്കും. ഫയംബുതൂന കമാ യംബുതുൽ ബഖ്ലു, അപ്പോൾ മനുഷ്യൻ ഈ പിന്നെ വെള്ളം ഇങ്ങനെ കിട്ടുമ്പോൾ ചെടികൾ ഇങ്ങനെ മുളച്ചു പൊങ്ങൂലേ, ഇതുപോലെ മനുഷ്യൻ ഇങ്ങനെ മുളച്ചു പൊങ്ങും. റസൂൽ പറയാണ്, ലൈസ മിനൽ ഇൻസാനി ഷൈഉൻ ഇല്ലാ യബ്ല, മനുഷ്യൻ്റെ ശരീരത്തിൽ ഒന്നും ഉണ്ടാവുകയില്ല നശിക്കാതെ, മനുഷ്യൻ പൂർണ്ണമായിട്ട് നശിച്ചു പോയിട്ടുണ്ടാകും. ഇല്ല അൽമൻ വാഹിദൻ, ഒറ്റ എല്ല് മാത്രം, അത് നശിക്കൂല, അത് നശിക്കാതെ അങ്ങനെ ഉണ്ടാവും. വഹുവ അജ്ബുദ്ദനബ്, അതാണ് അജ്ബുദ്ദനബ്. അപ്പോൾ അജ്ബുദ്ദനബ് എന്ന് പറയുന്ന എല്ല് മാത്രം
നശിക്കൂല. നമ്മൾ ഈ നട്ടെല്ലിൻ്റെ ലാസ്റ്റിൽ അവസാനത്തുള്ള ചെറിയ എല്ലിനാണ് എന്ത് പറയുക, അൽമുദ്ദനം, അജ്ബുദ്ദനം എന്നൊക്കെ പറയാം. അപ്പോൾ നമ്മൾ ഈ മനുഷ്യൻ്റെ എന്ത് നശിച്ചാലും എന്ത് ചെയ്യില്ല, അത് നശിക്കൂല. നമ്മൾ ഈ പ്ലെയിനിൻ്റെ ബ്ലാക്ക് ബോക്സ് അല്ലേ അത് പ്ലെയിൻ കത്ത് നശിച്ചാലും എന്ത് ചെയ്യില്ല, അത് നശിക്കൂല. ഇതേപോലെ തന്നെയാണ് മനുഷ്യൻ്റെ എന്ത് നശിച്ചാലും അൽമുദ്ദനബ് നശിക്കൂല. എന്നിട്ട് റസൂല് പറയാം, വമിൻഹു യുറക്കബുൽ ഖൽഖു യൗമൽ ഖിയാമ, യൗമൽ ഖിയാമയിൽ ഈ അജ്ബുദ്ദനബ് എന്നാണ് പിന്നെ മനുഷ്യനെ അള്ളാഹു ഉയർത്തെഴുന്നേൽപ്പിക്കുക എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. മൂന്നാമത്തെ കാര്യമായിട്ട് അള്ളാഹു പറഞ്ഞത് അന്നഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹുവിന് എല്ലാറ്റിനും കഴിവുള്ളവനാണ് എന്നാണ്. അപ്പം അള്ളാഹ്ക്ക് കഴിയാത്തതായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഇന്നമാ അംറുഹു ഇദാ അറാദ ഷൈഅൻ അൻ യഖൂല ലഹു കുൻ, എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കണം എന്നുള്ള വിചാരിച്ചാൽ കുൻ, ഉണ്ടാവൂ എന്ന് പറഞ്ഞാൽ മതി. ഫയക്കൂൻ, അപ്പോഴേക്ക് അതുണ്ടാവുന്നു. അപ്പോൾ അള്ളാഹ്ക്ക് അത്ര ഉള്ളൂ, എന്തുണ്ടാവാനും കുൻ എന്ന് പറഞ്ഞാൽ മതി. സൂറത്തുൽ ബഖറയിൽ 259 ആയത്തിൽ അള്ളാഹു ഒരു ചരിത്രം പറയുന്നുണ്ട്. അതെന്താ വെച്ചാൽ അള്ളാഹ് പറയാണ്, ഔ കല്ലദീ മറ അലാ ഖറിയത്തിൻ, ഒരാൾ ഒരു ഗ്രാമത്തിലൂടെ നടന്നു പോവുകയാണ്. വഹിയ ഖാവിയത്തുൻ അലാ ഉറൂഷിഹ, ആ നാടാകട്ടെ പൂർണ്ണമായി തകർന്നിട്ടുണ്ട്, അത് തകർന്ന് തരിപ്പണായിട്ടുണ്ട്. അപ്പം ഈ നടന്നു പോയിരുന്നത് ഉസൈർ അലൈഹി സ്വലാത്തു വസ്സലാം ആയിരുന്നു എന്നാണ് തഫ്സീറുകളിൽ പറയുന്നത്. ബാബിലോണിയ എന്ന നാട്ടിലൂടെയായിരുന്നു നടന്നു പോയിരുന്നത് എന്ന് പറയുന്നു. ബുഖ്തൻസർ എന്ന് പറയുന്ന രാജാവ് ബാബിലോണിയയിൽ വന്ന് യുദ്ധം ചെയ്ത് ആ നാട് നശിപ്പിച്ചതാണ് എന്നൊക്കെ തഫ്സീറിൽ കാണാം. അല്ലാഹു അലം. ഏതായിരുന്നാലും ആ നാട്ടിൽ കൂടെ ഒരാൾ നടന്നു പോവാണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഈ നാട് കണ്ടിട്ട് ചോദിക്കുകയാണ്, അന്നാ യുഹി ഹാദിഹില്ലാഹു ബഅദ മൗതിഹ, എങ്ങനെയാണ് ഈ നാടിനെ അള്ളാഹു ജീവിപ്പിക്കുക? അതാകെ മരിച്ചു, ഇത് നശിച്ചു പോയി. രണ്ടാമത് ഈ നാട് മുഴുവൻ ഉണ്ടാക്കിക്കൊണ്ട് അള്ളാഹ്ക്ക് കഴിയോ? ഫ അമാതഹുല്ലാഹു മിഅത ആം, അപ്പോൾ അള്ളാഹു മൂപ്പരാളെ 100 വർഷം മരിപ്പിച്ചു. സുമ്മ ബഅസ, എന്നിട്ട് അള്ളാഹു ഉയർത്തെഴുന്നേൽപ്പിച്ചു. 100 വർഷം മരിപ്പിച്ച് ഉയർത്തെഴുന്നേൽപ്പിച്ചു. എന്നിട്ട് ചോദിച്ചു, കം ലബിസ്ത്, ഇപ്പം എത്ര കാലം കഴിച്ചു കൂട്ടി, എത്ര കാലം കഴിച്ചു കൂട്ടി? അപ്പം അദ്ദേഹം പറഞ്ഞു, ലബിസ്തു യൗമൻ ഔ ബഅദ യൗം, ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ദിവസത്തേടും കുറച്ച്, അത്ര ഞാൻ കഴിച്ചു കൂട്ടിയുള്ളൂ. അപ്പോൾ മൂപ്പരോട് പറഞ്ഞു, ബൽ ലബിസ്ത മിഅത ആം, 100 വർഷം നീ കഴിച്ചു കൂട്ടിയിട്ടുണ്ട്. ഫൻദുർ ഇലാ തആമിക വശറാബിക ലം യതസന്നഹ്, എൻ്റെ ഭക്ഷണത്തിലേക്കും വെള്ളത്തിലേക്കും നോക്ക്, അതിനൊരു കേടുമില്ല. 100 വർഷമായിട്ടും ഭക്ഷണം വെള്ളമൊക്കെ അത് ചെയ്യാതെ ഒന്നും പ്രശ്നമില്ല, അതങ്ങനെ ഇരിക്കുകയാണ്. വൻദുർ ഇലാ ഹിമാരിക്, കഴുതയിലേക്കും നോക്ക്. അപ്പോൾ കഴുത എന്ത് ചെയ്തിട്ടുണ്ട്? അത് ചത്ത് അതിൻ്റെ മാംസമൊക്കെ പോയി എല്ലും തൊലിയും മാറിയിട്ടുണ്ട്. വലിനജഅലക ആയത്തൻ ലിന്നാസ്, ജനങ്ങൾക്ക് നിന്നെ ഒരു ദൃഷ്ടാന്തമാക്കാൻ വേണ്ടിയാണ്. എന്നിട്ട് അല്ലാഹ് പറയാണ്, വൻദുർ ഇലൽ ഇളാം, ആ കഴുതയുടെ എല്ലിലേക്ക് നോക്കിക്കോ. കൈഫ നുൻശിസുഹാ സുമ്മ നക്സൂഹാ ലഹ്മ, എങ്ങനെയാണ് നാം അതിനെ ഉയർത്തെഴുന്നേൽപ്പിക്കണം, എങ്ങനെയാണ് അതിൻ്റെ എല്ലിൻ്റെ മുകളിൽ മാംസം വന്ന് പൊതിയുന്നത് നീ നോക്കിക്കോ. അപ്പോൾ അയാൾ നോക്കിക്കുമ്പോൾ കഴുതയുടെ ആ എല്ലിൻ്റെ മുകളിൽ മാംസമൊക്കെ വന്ന് പൊതിഞ്ഞ് കഴുത എന്ത് ചെയ്യാണ്? ജീവനുള്ളതായിട്ട് തിരിച്ചു വരികയാണ്. ഇത് കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്നാണ്, അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹ്ക്ക് എല്ലാറ്റിനും കഴിയും, അള്ളാഹ് കഴിയാത്തായിട്ടൊന്നുമില്ല. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാറ്റിനും കഴിവുള്ളവനാണ്. ശരി, നമുക്ക് അടുത്തായിട്ട് وأن الساعة آتية لا ريب فيها وأن الله يبعث من في القبور. وأن الساعة آتية لا ريب فيها وأن الله يبعث من في القبور. وأن الساعة, തീർച്ചയായും അസ്സാഅത്ത്, അസ്സാഅത്ത് എന്താ? അന്ത്യനാൾ, അന്ത്യനാൾ അസ്സാഅത്ത്. അപ്പോൾ നമ്മളോടൊപ്പം പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഞാൻ ചോദിക്കുകയാണ്, ഓർമ്മ ഉണ്ടാക്കട്ടെ. സാഅത്ത് പറഞ്ഞാൽ ശരിക്കും എന്താ? വാച്ച് അല്ലെങ്കിൽ സമയം, ലൈനൊക്കെ സാഅത്ത്. പിന്നെ
ഇവിടെ എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ പറയാതെ അന്ത്യനാൾ എന്ന് പറഞ്ഞ്? അൽ വന്നതുകൊണ്ട് അലിഫ്ലാം അസാത്ത്. ആ അലിഫ്ലാമാണ് മൈരിഫത്തിൻ്റെ അലിഫ്ലാം എന്ന് പറയാം നമ്മൾ. അപ്പം സാത്ത് അന്ത്യനാൾ, അറിയപ്പെട്ട സമയമാണ് അന്ത്യനാൾ. അപ്പോൾ തീർച്ചയായും അന്ത്യനാൾ ആത്തിയത്തുൻ വരുന്നതാണ്, അത് സംഭവിക്കുന്നതാണ്. ലാ റൈബ ഫീഹ. ലാ റൈബ ഫീഹ പറഞ്ഞാൽ അതിലൊരു സംശയമല്ല, അന്ത്യനാൾ സംഭവിക്കുന്നതിൽ ഒരു സംശയമല്ല. നമ്മൾ സാധാരണ മലയാളത്തിൽ പറയുമ്പോൾ തന്നെ എന്തെങ്കിലും പറയുമ്പോൾ ഞാൻ വരും, ലാ ശക്ക ഫീഹ, ഒരു സംശയമില്ലാറില്ലേ, അത് ലാ റൈബ ഫീഹ, ഒരു സംശയമില്ല, അന്ത്യനാൾ സംഭവിക്കും അല്ല പറയാം. വ അന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു യബ്അസു ഉയർത്തെഴുന്നേൽപ്പിക്കും, മൻ ഒരുവനെ അഥവാ ചിലരെ, ഫിൽ ഖുബൂർ ഖബറുകളിലുള്ള, അപ്പോൾ ഖബറുകളിൽ ഉള്ളവരെ അള്ളാഹു ഉയർത്തെഴുന്നേൽപ്പിക്കും. ഇപ്പം രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അന്ത്യനാൾ വരും, അത് സംഭവിക്കും, വരിക തന്നെ ചെയ്യും, ഉറപ്പാണ്, ഒരു സംശയവും അതിലില്ല. അതേപോലെ തന്നെ ഖബറുകളിലുള്ളവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉയർത്തെഴുന്നേൽപ്പിക്കുകയും ചെയ്യും. ഖബർ എന്നതിൻ്റെ ബഹുവചനാണ് ഖുബൂർ. അപ്പോൾ മക്ബറ എന്ന് പറഞ്ഞാൽ എന്താ? മക്ബറ മക്ബറാണ് ഖബറുള്ള സ്ഥലം. അതിൻ്റെ ബഹുവചനം എന്താ? മക്കാബിർ. അൽഹാക്കുമുത് തകാസുർ ഹത്താ സുർത്തുമുൽ മക്കാബിർ. ശരി, അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ അന്ത്യനാൾ എന്ത് ചെയ്യും? വരും, അത് സംഭവിക്കും, ഒരു സംശയമില്ലാതാണ്. ഇത് ഒരുപാട് ആയത്തുകളുടെ ഹദീസുകളുടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യമാണ്. സൂറത്തുൽ ഹിജ്റിൻ്റെ 85-ാമത്തെ ആയത്തിൽ അല്ലാഹ് ഇതേപോലെ പറയുന്നുണ്ട്, വ ഇന്ന സാഅത ലആതിയത്തുൻ, അന്ത്യനാൾ വരിക തന്നെ ചെയ്യും. ഫസ്ഫഹി സ്വഫ്ഹൽ ജമീൽ, അതുകൊണ്ട് റസൂലെ നീ നല്ല രൂപത്തിൽ വിട്ടുവീഴ്ച ചെയ്തോ എന്ന് പറയുന്നുണ്ട്. അതേപോലെ സൂറത്തു സബഇൻ്റെ 3-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വഖാലല്ലദീന കഫറു, കാഫിരീങ്ങൾ പറഞ്ഞു, ലാ തഅതീന സ്സാഅ, നാം അന്ത്യനാൾ കൊണ്ടുവരികയില്ല. ഖുൽ, നബി അവരോട് പറ, ബലാ വറബ്ബി, എൻ്റെ റബ്ബ് തന്നെയാണ് സത്യം, ലതഅതിയന്നകും, തീർച്ചയായും നാം നിങ്ങൾക്കത് കൊണ്ടുവരിക തന്നെ ചെയ്യും, അത് നിങ്ങൾക്ക് കൊണ്ടുവരിക തന്നെ ചെയ്യും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. ഒരു ഹദീസിൽ കാണാം, ഒരു സ്വഹാബി റസൂലിനോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാ, അല്ലാഹു റസൂലെ, അകുല്ലുനാ യറാ റബ്ബഹു അസ്സ വജല്ല യൗമൽ ഖിയാമ, ഞങ്ങളെല്ലാവരും യൗമുൽ ഖിയാമയിൽ ഞങ്ങളുടെ റബ്ബിനെ കാണോ? വമാ ആയത്തു ദാലിക ഫീ ഖൽഖിഹി, അള്ളാഹിൻ്റെ സൃഷ്ടികളിൽ അതിനെന്തെങ്കിലും തെളിവുണ്ടോ? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ റസൂൽ പറഞ്ഞു, അലൈസ കുല്ലുക്കും യൻദുറു ഇലൽ ഖമരി മുഖ്ലിയം ബിഹി, പ്രത്യേകിച്ച് തടസ്സങ്ങളൊന്നുമില്ലാതെ ഒരു സമയത്ത്, ഒഴിഞ്ഞ സമയത്ത് നിങ്ങൾ ചന്ദ്രനെ കാണൂലേ? ചന്ദ്രനെ കാണാൻ പ്രത്യേകിച്ച് തടസ്സമൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ ചന്ദ്രനെ കാണൂലേ? അപ്പോൾ പറഞ്ഞു, ബല, അതെ കാണും. ഫല്ലാഹു അഅലം, അതിനേക്കാൾ അഅലമാണ്, മഹത്വമാണ്, മഹത്വമുള്ളവനാണ് അള്ളാഹു. അഥവാ അതിനേക്കാൾ അള്ളാഹിനെ എന്ത് ചെയ്യാൻ പറ്റും? തെളിഞ്ഞ് നമുക്ക് കാണാൻ പറ്റും. അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. അപ്പോൾ സ്വഹാബിയുടെ 2-ാമത്തെ ചോദ്യം, യാ റസൂലല്ലാ, കൈഫ യുഹ്യില്ലാഹുൽ മൗത, അള്ളാഹു മരിച്ചവരെങ്ങനെ ജീവിപ്പിക്കുക? വമാ ആയത്തു ദാലിക ഫീ ഖൽഖിഹി, അള്ളാഹിൻ്റെ സൃഷ്ടികളിൽ അതിനെന്തെങ്കിലും ഒരു തെളിവുണ്ടോ? ഒരു ആയത്ത്, ഒരു ദൃഷ്ടാന്തം കാണിച്ചു തരാനുണ്ടോ, പറഞ്ഞു തരാനുണ്ടോ? അവർ റസൂൽ പറയാണ്, അമാ മറർത്ത ബിവാദി അഹ്ലിക മഹ്ലൻ, ഒരു വരണ്ട നിൻ്റെ നാട്ടിലുള്ള ഒരു വാദിയിലൂടെ, ഒരു താഴ്വരയിലൂടെ നീ നടന്നിട്ടില്ലേ? അപ്പോൾ സ്വഹാബി പറഞ്ഞു, ബല, അതെ ഞാൻ നടന്നിട്ടുണ്ട്. അമാ മറർത്ത ബിഹി യഹ്തസ്സു ഖദിറൻ, പിന്നീട് അതിലൂടെ നല്ല പച്ചപ്പുള്ള, അത് അവിടെ പച്ചപ്പൊക്കെ ഉണ്ടായിട്ട് അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നീ അതിലൂടെ നടന്നിട്ടില്ലേ? അതെ നടന്നിട്ടുണ്ട്. സുമ്മ മറർത്ത ബിഹി മഹല, പിന്നെയും വീണ്ടും അത് ഉണങ്ങി വരേണ്ട അവസ്ഥയിലായിരിക്കുമ്പോൾ നീ അതിലൂടെ നടന്നിട്ടില്ലേ? അതെ നടന്നിട്ടുണ്ട്. ഫകദാലിക യുഹ്യില്ലാഹുൽ മൗത, ഇതുപോലെ അള്ളാഹു ജീവിപ്പിക്കും. വദാലിക ആയത്തുഹു ഫീ ഖൽഖി, അതാണ് അള്ളാഹിൻ്റെ സൃഷ്ടികളിലുള്ള ദൃഷ്ടാന്തം. വറ്റി വരണ്ടു പോയ ഭൂമി, ഇതെന്ന് അള്ളാഹു വെള്ളം കൊടുത്ത് പച്ചപ്പ് ഉണ്ടാക്കിയിട്ട് ഭൂമി ഇങ്ങനെ കൊണ്ടുവരുന്നത് പോലെ, മരിച്ച് മണ്ണടിഞ്ഞു പോയ മനുഷ്യൻ, ഇതിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യൻ എന്ത് ചെയ്യും? അതുപോലെ കൊണ്ടുവരും എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അപ്പോൾ അന്ത്യനാൾ എന്ത് ചെയ്യും? സംഭവിക്കുക തന്നെ ചെയ്യും എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഇന്നമാ അജലുക്കും ഫീ മൻ മലാ ഖബ്ലക്കും മിനൽ ഉമമി, നിങ്ങളുടെ മുമ്പ് കഴിഞ്ഞു പോയ ആൾക്കാർ, അത് കഴിഞ്ഞ് ഇനി നിങ്ങൾക്കുള്ള സമയം,
ഇന്നമാജിലുക്കും, ഇനി നിങ്ങൾക്കുള്ള ഖിയാമത്ത് നാൾ വരെ നിങ്ങൾക്കുള്ള സമയം ഏത് ഫീമൻ മലാ കബലക്കുമനും, നിങ്ങളുടെ കഴിഞ്ഞുപോയ സമുദായങ്ങൾ അവരിൽ നിന്ന് സമയം കഴിഞ്ഞു പോയി. ഇനി നിങ്ങൾക്ക് ഖിയാമത്ത് നാളിന് ബാക്കിയുള്ള സമയം എത്രയാണ് അറിയോ? മിൻ സ്വലാത്തിൽ അശ്രി ഇലാ മഗ്രിബി ശംസി, അസർ നിസ്കാരം മുതൽ മഗ്രിബ് വരെ എത്ര സമയമുണ്ട്? ഇത്ര സമയം ഇനി ഖിയാമത്ത് നാളിനുള്ളു. അപ്പോൾ ഖിയാമത്ത് നാൾ എന്ത് ചെയ്തിട്ടുണ്ട്? അടുത്തിട്ടുണ്ടെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. അതേപോലെ തന്നെ ഉത്ബത്ത് ബിൻ ഗസ്വാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരിക്കലും ഖുത്ബ നടത്തുമ്പോൾ അദ്ദേഹം പറയാണ്, ഫഇന്ന ദുനിയ ഖദ് ആദനത് ബിസ്സർമിൻ വവല്ലത് ഹദ്ദാഅ, ദുനിയാവ് എന്തിയിട്ടുണ്ട്? അതിൻ്റെ അവസാനിക്കാനായിട്ടുണ്ടതിൻ്റെ അറിയിപ്പ് ഇത് തന്നുകൊണ്ടിരിക്കുകയാണ്. വേഗത്തിൽ അത് തീർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. വലം യബ്ഖ മിൻഹ ഇല്ലാ സുബാബത്തുൻ കസുബാബത്തിൽ ഇനാഇ, ഞാക ദുനിയാവിൽ ബാക്കിയുള്ളത് സുബാബത്ത് മാത്രമേ ഉള്ളൂ. സുബാബത്ത് പറഞ്ഞാൽ നമ്മളൊരു ഒരു പാത്രത്തിൽ വെള്ളം നിറച്ചിട്ട് ഇങ്ങനെ ഒഴിച്ചു കഴിഞ്ഞാൽ വെള്ളമൊക്കെ പോയി അതിൻ്റെ അവസാനത്തിൽ ചിലപ്പോൾ 1-2 തുള്ളി ഇങ്ങനെ ബാക്കി ഉണ്ടാവില്ലേ, അതാണ് സുബാബത്ത് പറഞ്ഞാൽ. അത്രേ ഇനി ദുനിയാവിൽ ബാക്കിയുള്ളൂ എന്ന് അദ്ദേഹം ഉത്ബത്ത് ബിൻ ഗസ്വാൻ റളിയല്ലാഹു അൻഹു പറയണം. ശരി, അപ്പോൾ ഏതായിരുന്നാലും അന്ത്യനാൾ അത് സംഭവിക്കും എന്നുള്ളത് ഉറപ്പാണ്. അത് സംഭവിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും? യബ്അസു മൻ ഫിൽ ഖുബൂർ, ഖബറുകളിൽ ഉള്ളവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തെഴുന്നേൽപ്പിക്കും. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് പ്രകാരം ഓരോരുത്തരും എങ്ങനെയാണോ മരിച്ചത് അങ്ങനെ ഉയർത്തെഴുന്നേൽക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, യുബ്അസു കുല്ലു അബ്ദിൻ ഫിൽ ഖബ്രി അലാ മാ മാത്, ഓരോരുത്തരും എന്തിൻ്റെ മേലാണോ ഏതവസ്ഥയിലാണോ മരിച്ചത് അതുപോലെയായിരിക്കും ഓരോരുത്തരും ഉയർത്തെഴുന്നേൽപ്പിക്കുക. അപ്പോൾ ഒരാൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുക മരിച്ചാൽ നിസ്കരിക്കുന്ന അവസ്ഥയിൽ, ജിഹാദിലായിക്കൊണ്ട് മരിച്ചാൽ ആ അവസ്ഥയിൽ, അതേപോലെ പിന്നെ റസൂൽ പറഞ്ഞില്ലേ, പിന്നെ ഹജ്ജിലായിരിക്കെ മരിച്ചാൽ തൽബിയത്ത് ചൊല്ലിക്കൊണ്ടാണ് അയാൾ പരലോകത്ത് വരാന്നൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ. അങ്ങനെ ഒരാളിഞ്ഞ് ഒരു തെമ്മാടിത്തം, ഒരു ഹറാമ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മരിച്ചാൽ, അല്ലാഹ് നമ്മൾ അത്ര അവസ്ഥ കാത്തിരക്ഷിക്കട്ടെ. അപ്പോൾ പിന്നെ അയാൾ ഉയർത്തെഴുന്നേറ്റ് വരുമ്പോൾ എങ്ങനെയായിരിക്കും? അയാൾ ആ അവസ്ഥയിലായിരിക്കും വരിക. അപ്പോൾ ഓരോരുത്തരും മരിച്ചത് ഏതവസ്ഥയിലാണോ ആ അവസ്ഥയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുക. ഉയർത്തെഴുന്നേൽപ്പ് എത്രാമത്തെ ഊത്തിലാണ്? 2ാമത്തെ ഊത്തിലാണ്. 2 ഊത്തുണ്ടല്ലോ. അല്ലാഹ് പറഞ്ഞതുപോലെ വനുഫിഖ ഫിസ്സൂർ, സൂർ എന്ന കാഹളത്തിൽ ഊതപ്പെടും. ഫഇദാ നുഫിഖ ഫിസ്സൂർ, സൂർ എന്ന കാഹളത്തിൽ ഊതപ്പെട്ടാൽ ഫസ്വഇഖ മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർളി ഇല്ലാ മൻ ഷാ അല്ലാഹ്, ആകാശഭൂമികളിലുള്ള അല്ലാഹ് ഉദ്ദേശിച്ചതല്ലാത്ത എല്ലാം മരണപ്പെട്ടു പോകും. സുമ്മ നുഫിഖ ഫീഹി ഉഖ്റ, പിന്നീട് അതിൽ 2ാമതൊരു ഊത്തൂതും. ഫഇദാ ഹും ഖിയാമുൻ യൻദുറൂൻ, അപ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നോക്കുന്ന. അപ്പോൾ 2 ഊത്താണുള്ളത്. ചില പണ്ഡിതന്മാരുടെ അഭിപ്രായ പ്രകാരം 3 ഊത്തുണ്ട്. പക്ഷേ അല്ലാഹു അലം നമുക്ക് കൂടുതൽ പ്രമാണങ്ങളോട് മനസ്സിലാക്കാൻ പറ്റുന്നത് 2 ഊത്ത് നിലതാണ്. 2ാമത്തെ ഊത്തിൽ എന്ത് ചെയ്യും? എല്ലാവരും എഴുന്നേറ്റ് വരും. ഖബറുകളിൽ നിന്ന് എല്ലാവരും എഴുന്നേൽക്കുക 2ാമത്തെ ഊത്തിലാണ്. ആദ്യം ആരാ എഴുന്നേൽക്കുക? റസൂലാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ആദ്യം എഴുന്നേറ്റ് വരിക. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവരും. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യൗമ യഖ്റുജൂന മിനൽ അജ്ദാഥി സിറാഅൻ കഅന്നഹും ഇലാ നുസ്ബിൻ യൂഫിളൂൻ. എന്ത് ചെയ്യും? യൗമ യഖ്റുജൂന മിനൽ അജ്ദാഥി സിറാഅ, ധൃതിപ്പെട്ട് ഖബറുകളിൽ നിന്ന്, കുഴിമാടങ്ങളിൽ നിന്ന് ആൾക്കാർ പുറത്തേക്ക് വരുന്ന ദിവസം. കഅന്നഹും ഇലാ നുസ്ബിൻ യൂഫിളൂൻ, ഒരു നാട്ടി വെക്കപ്പെട്ട ഒരു നാട്ടിക, ഒരു നാട്ടക്കുറി, അതിലേക്കെന്ന പോലെ ആളുകൾ ഇങ്ങനെ ഓടും. അത് കാരണം ഒരു വിളി കേൾക്കുന്നതാണ്. യൗമ യത്തബിഊന ദാഇയ ലാ ഇവജ ലഹ്, ഒരു വിളി കേൾക്കും. ഒരു ദാഇ, ഒരു വിളിക്കുന്നവൻ വിളിക്കും, ഒരു മലക്ക് വിളിക്കും. ആ ശബ്ദം എല്ലാവർക്കും കേൾക്കും. ലാ ഇവജ ലഹ്, ഒരാളും അത് കേൾക്കാതിരിക്കില്ല. കാരണം എന്താ? നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ മുമ്പിൽ എന്തെങ്കിലും മറ ഉണ്ടെങ്കിൽ അപ്പുറത്തെ ആൾക്ക് കേൾക്കുമോ? കേൾക്കില്ല. അന്ന് മറകളൊന്നുമില്ല. കാരണം ഭൂമിയുടെ അവസ്ഥ ലാ തറാ ഫീഹാ ഇവജൻ വലാ അംത, ഭൂമിയിൽ ഒരു കയറ്റോ ഒരിറക്കോ ഒന്നുമില്ല. ഭൂമി എന്തായിട്ടുണ്ട്? ഭൂമി ഫ്ലാറ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരാൾ വിളിക്കും, അതെല്ലാവരും കേൾക്കും. അയാളെ പിൻപറ്റി എന്ത് ചെയ്യും? എല്ലാവരും ഒരു സ്ഥലത്തേക്ക് പോകുന്നതാണ്. അതാണ് നാട്ടിലൊക്കെ പെട്ട നാട്ടുകുറിലേക്ക് തന്നെ പോകും. ആ പോക്കിനെ കുറിച്ചാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹുഫാത്തൻ ഉറാത്തൻ ഹുർലൻ, കാലിൽ ചെരുപ്പില്ല, ചേലാകർമ്മം ചെയ്തിട്ടില്ല, നഗ്നരായിട്ടാണ് പോണത്. അപ്പോഴാണ് ആയിഷ റളിയല്ലാഹു അൻഹ, റസൂലെ അപ്പോൾ ആണും പെണ്ണൊക്കെ അങ്ങോട്ട് കൂടെ നോക്കൂലേ? അപ്പോൾ റസൂൽ പറഞ്ഞു, അന്ന് ദിവസം ആയിഷ അത് അശദ്ധാണ്, ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. ആൾക്കാർക്കൊന്നും അതിന് തോന്നൂല. ആൾക്കാരെല്ലാം
വെപ്രാളത്തിലും പേടിയിലുമായിരിക്കുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അള്ളാഹ് അതിനെക്കുറിച്ച് പറഞ്ഞ അന്നഹും ജറാദുൻ മുന്തശിർ എന്നാണ്. അത് വ്യാപിക്കപ്പെട്ട ജറാദ് പോലെയായിരിക്കും. ജറാദ് പറഞ്ഞാൽ വെട്ടുകളുടെ പ്രത്യേകത എന്താ? എല്ലാതും ഒരുമിച്ചാണ് പോവുക, കൂട്ടമായിട്ടാണ് വരിക. അത് മാത്രമേ ഒറ്റ ദിശയ്ക്ക് കൂട്ടമായിട്ട് ഒരേ ദിശയിലേക്ക് കുതിച്ചു വരും. ഇതേപോലെയായിരിക്കും മനുഷ്യൻ്റെ പോക്ക് എന്നാണ്. എല്ലാവരും ഒരു ദിശയിലേക്ക് എന്ത് ചെയ്യും? എല്ലാവരും ഇങ്ങനെ പോകും. അത് അള്ളാഹു സുബ്ഹാനഹു മംഫിൽ ഖുബൂർ, ഖബറിലുള്ളതിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉയർത്തെഴുന്നേൽപ്പിക്കുകയും ചെയ്യും. ശരി, നമുക്ക് മതി അല്ലേ? നമുക്കൊന്ന് പാരായണം ചെയ്യാം. أعوذ بالله من الشيطان الرجيم. ذلك بأن الله هو الحق وأنه يحيي الموتى وأنه يحيي الموتى وأنه على كل شيء قدير. وأن الساعة آتية لا ريب فيها وأن الله يبعث من في القبور. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ അടുത്തും സ്വാലിഹ് അമലെ സ്വീകരിക്കുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ് ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.